Good morning. I'm your new history faculty, Shehna Sharif. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എടുക്കാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി പേപ്പർ ദ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ പ്രീ ഹിസ്റ്ററി ടു 1206 CE എന്നുള്ള പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സോഴ്സസ് ആണ്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പേരിലെ ആ ഒരു ടൈറ്റില് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും നമുക്ക് ആലോചിക്കാതെ. നമ്മളിപ്പോ ഇതുവരെ ഹിസ്റ്ററി പഠിച്ചു വന്ന കുട്ടികളാണ്, ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതെല്ലാം കാര്യങ്ങള് ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ വരുന്നുണ്ട്. നമ്മുടെ ആൻസെസ്റ്റേഴ്സ് എന്തായിരുന്നു, ആ കാലഘട്ടം എങ്ങനെയാണ്, പ്രീ ഹിസ്റ്ററി എന്താണ്, പ്രോട്ടോ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക് പീരിയഡ് എന്താണ്, ആര്യന്മാരുടെ ഇൻവേഷൻ എങ്ങനെയായിരുന്നു, തുടർന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, ദ്രവീഡിയൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ മൗര്യൻ പീരിയഡ്, പോസ്റ്റ് മൗര്യൻ പീരിയഡ്, ഗുപ്ത പീരിയഡ്, പോസ്റ്റ് ഗുപ്ത പീരിയഡ്, അവിടെ നിന്ന് അങ്ങോട്ട് 1206 CE എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. 1206 CE കൂടിയിട്ടാണ് ഇന്ത്യയിൽ മിഡീവൽ പീരിയഡ് ചരിത്രത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്തായിരിക്കും? 1206 CE ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണം അല്ലെങ്കിൽ സുൽത്താനേറ്റ് എംപയർ ആരംഭിക്കുന്നത്. ആരാണ് സുൽത്താനേറ്റ് പീരിയഡ് ആരംഭിക്കുന്നത്? നമുക്കൊക്കെ അറിയാം, കുതുബുദ്ദീൻ ഐബക്ക് സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ചതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ സുൽത്താനേറ്റ് ഭരണം ആരംഭിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ പേപ്പറിൽ സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് സോഴ്സസ് എന്നുള്ളത്. സോഴ്സസ് അഗെയിൻ നമ്മൾ ചിന്തിക്കുകയാണ്, എന്താണ് സോഴ്സസ്? ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ സംബന്ധിച്ചുള്ള സോഴ്സസ് എന്തൊക്കെയായിരിക്കും ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി സംബന്ധിച്ചുള്ള സോഴ്സസുകൾ? നമുക്ക് ആലോചിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് വരുന്നുണ്ടാവും അല്ലെ. പിന്നെ നമുക്ക് ലഭിക്കുന്ന വിവിധ തരം പോട്ടറീസുകൾ ഉണ്ടാവും, കോയിൻസുകൾ ഉണ്ടാകും, ഇൻസ്ക്രിപ്ഷൻസുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മളുടെ മുൻഗാമികൾ നമുക്കായി ശേഷിപ്പിച്ച് ഇട്ടിരിക്കുന്ന പല ആർക്കിടെക്ചറുകളും ആർട്ടിഫാക്ട്സ് എല്ലാം തന്നെ നമ്മളുടെ സോഴ്സസുകളാണ് അല്ലെ. നമുക്ക് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് സോഴ്സസുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ സോഴ്സസുകൾ എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സോഴ്സ് ആണ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. ആർക്കിയോളജിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പുരാവസ്തു ശാസ്ത്രം എന്നാണ് ആർക്കിയോളജി എന്ന് നമ്മൾ പറയുന്നത്. ഈ ആർക്കിയോളജി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആർക്കിയോളജിസ്റ്റുകൾ ഏതെങ്കിലും ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ എക്സ്കവേറ്റ് ചെയ്യുന്നു, അത് ഡിഗ് ചെയ്യുന്നു, അത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മെത്തേഡുകളിൽ അത് ഡിഗ് ചെയ്യുന്നു. ആ ഡിഗ് ചെയ്തിട്ടുള്ള അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ഡിഗ് ചെയ്യുക. ആ കുഴിച്ചെടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും സുപ്രധാനമായിട്ടുള്ള എവിഡൻസസ്, ആർട്ടിഫാക്ട്സുകളൊക്കെ അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൈൻസുകൾ ലഭിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് എന്താണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ്. എന്താണ് ആർക്കിയോളജിക്കൽ സോഴ്സസ്? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളുടെ ആരെങ്കിലും കുഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും പഴയ കാലത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ കോൾ ചെയ്യുന്നു. അവർ വരുന്നു, അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ കുഴിക്കുന്നു. ചിലപ്പോൾ ആദ്യം ലഭിച്ച വസ്തു മാത്രമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കുഴിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ, കൂടുതൽ എക്സ്കവേറ്റ് ചെയ്ത് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള മറ്റെന്തെങ്കിലും തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏത് ചരിത്ര കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനാണ് ആർക്കിയോളജി നമ്മളെ സഹായിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിരിക്കും? ആ സമയത്ത് നമ്മളുടെ ഹിസ്റ്ററിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് പ്രീ ഹിസ്റ്ററി എന്നും മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ പീരിയഡ് എന്നും. ഇവിടെ പ്രീ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിപുരാതന കാലഘട്ടം, അതായത് നമ്മളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെയൊക്കെ അതായത് ഹോമോസാപ്പിയൻസിൻ്റെയും അല്ലെങ്കിൽ അതിനു മുന്നുള്ള ആൻസെസ്റ്റേഴ്സിൻ്റെ ഒക്കെ കാലഘട്ടത്തെയാണ് നമ്മൾ ഇവിടെ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്ററി കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിട്ടൺ ഡോക്യുമെന്റ്സിന്റെ
അഭാവമാണ്. റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കാലഘട്ടത്തെയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത കാലഘട്ടത്തെയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക് പീരീഡ് എന്തായിരിക്കും? തീർച്ചയായിട്ടും അവിടെ ഒരു സിസ്റ്റം ഓഫ് ഒരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അവിടെ റിട്ടൺ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആയിരിക്കും. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷന്റെ ഭാഗമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതായത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ റിമൈൻസ് ആണ്, രണ്ടാമത്തേത് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്, മൂന്നാമത്തേത് എൻവയോൺമെന്റൽ എവിഡൻസസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ റിമൈൻസസ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് നമ്മുടെ പുരാതന കാലത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിന് മുന്നേയുള്ള ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള എന്തെങ്കിലും തെളിവുകൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുകയാണ്. ആ തെളിവുകൾ നമുക്ക് മെറ്റീരിയൽ റിമൈൻസിന്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പോട്ടറീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ജ്വല്ലറീസ് ആയിക്കോട്ടെ, കോയിൻസുകളായിക്കോട്ടെ, ബിൽഡിംഗ് റിമൈൻസുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസുകളായിക്കോട്ടെ, ടൂൾസുകളായിക്കോട്ടെ, ടെക്നിക്സുകളായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽ റിമൈൻസിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്താണ് ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും നമ്മളുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി ശേഷിച്ചു വെച്ചിട്ടുള്ള, നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ബിൽഡിംഗ് റിമൈൻസുകൾ എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അത് ഏതൊക്കെയാവാം? ടെമ്പിൾസുകളാവാം, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മോഹൻജൊദാരോയിലൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെടുത്തിട്ടുള്ള ഗ്രേറ്റ് ബാത്ത് ആകാം, അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ മോഹൻജൊദാരോ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള വലിയ ധാന്യപ്പുരകളാകാം, അങ്ങനെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ക്രിപ്ഷൻസുകളാകാം, പില്ലർ ഇൻസ്ക്രിപ്ഷൻസുകളുണ്ട്, റോക്ക് ഇൻസ്ക്രിപ്ഷൻസുകളുണ്ട്, അതല്ലെങ്കിൽ റോക്ക് പെയിന്റിങ്സുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തേതാണ് എൻവയോൺമെന്റൽ എവിഡൻസസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ റിട്ടൺ ഡോക്യുമെന്റ്സുകൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോസിൽസുകൾ, അത് മനുഷ്യന്റെ ഫോസിൽസുകളാകാം, അല്ലെങ്കിൽ ആനിമൽസിന്റെ ഫോസിൽസുകളാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ബേർഡ്സിന്റെ ഫോസിൽസുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിന്റെ ഫോസിൽസുകളാകാം. ഈ ഫോസിൽസുകൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. കാർബൺ-14 അല്ലെങ്കിൽ റേഡിയോ കാർബൺ എന്ന് പറയുന്ന സയന്റിഫിക് മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ ഫോസിൽസുകളുടെ കാലഗണന നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോസിൽസുകളൊക്കെ കാർബൺ-14 അല്ലെങ്കിൽ റേഡിയോ കാർബൺ വഴി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് ഏകദേശം എത്ര കാലം മുന്നേയുള്ള വസ്തുവാണ്, എത്ര കാലം മുന്നേ ആയിരിക്കും അതിവിടെ ജീവിച്ചിരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അതാണ് നമ്മൾ ആർക്കിയോളജിക്കൽ റിസോഴ്സസിന്റെ അകത്ത് ഉൾപ്പെടുന്നത്. പിന്നെ നമുക്ക് ആർക്കിയോളജിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻസ്ക്രിപ്ഷൻസ് ഉൾപ്പെടുത്താം, ന്യൂമിസ്മാറ്റിക്സ് അഥവാ കോയിൻസ് ഉൾപ്പെടുത്താം, എപ്പിഗ്രാഫി നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ആർക്കിയോളജിയുടെ ഉള്ളിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തേതാണ് ലിറ്റററി സോഴ്സസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിറ്ററേച്ചർ സോഴ്സസുകളുടെ പ്രാധാന്യം? നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോറിക് പീരീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഹിസ്റ്റോറിക് പീരീഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്? അവിടെ റിട്ടൺ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഹിസ്റ്റോറിക് പീരീഡ് മുതൽ നിരവധി ലിറ്ററേച്ചറുകള്, റിട്ടൺ ഡോക്യുമെന്റ്സുകള് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിട്ടൺ ഡോക്യുമെന്റ്സിലൂടെ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചറുകളിലൂടെ എല്ലാം തന്നെ നമുക്ക് ആ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ സമൂഹം എങ്ങനെയായിരുന്നു, അവിടുത്തെ എക്കോണമി എന്തായിരുന്നു, അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്തായിരുന്നു, അവിടുത്തെ റിലീജിയൻ എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്
ലിറ്റററി എവിഡൻസസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ലിറ്റററി എവിഡൻസസുകളാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് വേദാസ്. വേദാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേദാസ് എന്താണ്? വേദങ്ങൾ ഏതാണ്? പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വേദങ്ങളുണ്ട്. ഋഗ്വേദ, യജുർവേദ, അഥർവവേദ ആൻഡ് സാമവേദ. അതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യകാലത്തെ വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. അപ്പോ വേദാസ്, ഫസ്റ്റത്തെ കാറ്റഗറിയാണ് വേദാസ് അല്ലെങ്കിൽ വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആരായിരിക്കും വേദങ്ങൾ എഴുതിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേദ ലിറ്ററേച്ചർ ആരാണ് തുടങ്ങി വെച്ചിട്ടുണ്ടാവുക? ഇന്ത്യയിലേക്ക് ആര്യന്മാരുടെ ഇൻവേഷൻ നടക്കുന്ന കാലഘട്ടം. ആര്യന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണർമാർ ആര്യന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ ആര്യന്മാരുടെ കടന്നുകയറ്റത്തോടു കൂടി നോർത്ത് ഇന്ത്യയില് പുതിയ ഒരു സമൂഹം വരുന്നു, ആര്യൻ സൊസൈറ്റി. അപ്പോ ആര്യന്മാരാണ് വേദങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പഴയ കാല അല്ലെങ്കിൽ ഏറ്റവും പ്രാചീനമായ വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. 4 തരത്തിലുള്ള വേദങ്ങളുണ്ട്. ഋഗ്വേദ, യജുർവേദ, അഥർവവേദ ആൻഡ് സാമവേദ. അപ്പോ ഋഗ്വേദത്തിൽ കാര്യമായിട്ടും പറയുന്നത് അല്ലെങ്കിൽ ഋഗ്വേദം കണ്ടെയ്ൻസ് ചെയ്യുന്നത് പ്രയേഴ്സ് ആണ്. ആര്യന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ ആ ഒരു റിലീജിയനിലെ പ്രയറുകള്, പ്രാർത്ഥനകള് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. ഇനി അഥർവവേദമാകട്ടെ, യജുർവേദമാകട്ടെ, സാമവേദമാകട്ടെ, ഈ ബാക്കി 3 വേദങ്ങളിലും ഈ ഓരോ വേദങ്ങളും ഈ പ്രാർത്ഥനകളെ ഏത് രൂപത്തിലാണ് നമ്മൾ പാലിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ 4 വേദങ്ങളിലും പറഞ്ഞു പോകുന്നത്. ഈ 4 വേദങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 4 വേദങ്ങളും പ്രധാനമായിട്ടും ആര്യന്മാരുടെ കാലഘട്ടത്തെ കുറിച്ചും തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയിലുണ്ടായ എല്ലാ സമൂഹങ്ങളെ കുറിച്ചിട്ടും ആ കാലഘട്ടത്തിൽ അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു, റിലീജിയസ് ലൈഫ് എങ്ങനെയായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ലൈഫ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്, അവിടുത്തെ എക്കോണമിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടോ, തുറന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ വേദങ്ങൾ സഹായിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് പുരാണാസ് അല്ലെങ്കിൽ എപ്പിക്സുകൾ. പുരാണങ്ങൾ, ചരിത്ര പുരാണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പ്രധാനമായിട്ടും മഹാഭാരതവും രാമായണവും അല്ലെ. മഹാഭാരതത്തിൽ നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ രാമായണത്തിൽ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ പുരാതന നഗരമായ അയോധ്യയുടെ അയോധ്യൻ കാലഘട്ടത്തെ കുറിച്ച്, ആ സമൂഹം എങ്ങനെയാണ്, അവിടുത്തെ പൊളിറ്റിക്കൽ എങ്ങനെയായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്തായിരുന്നു, അവിടുത്തെ ഇക്കോണമി എന്തായിരുന്നു, അവിടുത്തെ ജനങ്ങൾ ഏതു തരത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് രാമായണം സഹായകരമാണ്. അതുപോലെയാണ് മഹാഭാരതം. ആ കാലഘട്ടത്തിലെ ജനജീവിതത്തെ കുറിച്ചിട്ടും അവിടുത്തെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടും സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ടും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ലിറ്ററേച്ചറാണ് മഹാഭാരതം എന്ന് പറയുന്ന എപ്പിക്സുകൾ. അപ്പോ ഈ മഹാഭാരതവും രാമായണവും ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ വേദങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. അതായത് ആര്യന്മാരുടെ ഭാഷയായിട്ടാണ് സംസ്കൃത ഭാഷ കണക്കാക്കപ്പെടുന്നത്. ഈ ഭാഷയിലാണ് എന്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ഈ പറഞ്ഞ വേദങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പുരാണങ്ങളായിക്കോട്ടെ, എപ്പിക്സുകളായിക്കോട്ടെ. അപ്പോ ഇത് കൂടാതെ ഈ കാലഘട്ടത്തിൽ മറ്റു ചില കൃതികളും കൂടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മൃതികള്, ലൈക്ക് മനുസ്മൃതിയൊക്കെ. മനുസ്മൃതിയാണ് ലേറ്റർ ആര്യൻസിന്റെ അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരിയഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് മനുസ്മൃതി ആയിരുന്നു. ഈ മനുസ്മൃതിയിലാണ് ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ബ്രാഹ്മണന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മറ്റ് ഇപ്പോ വൈശ്യാസ് ആയിക്കോട്ടെ, ശൂദ്രന്മാരായിക്കോട്ടെ, ക്ഷത്രിയന്മാരായിക്കോട്ടെ, അവരുടെ ജീവിതം എങ്ങനെയാണ് വേണ്ടത്, ഇതൊരു നിയമ സംഹിതയാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് നമുക്ക് മനുസ്മൃതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുകൂടാതെ
വേദാംഗങ്ങളുണ്ട്, മറ്റ് പല ചരിത്ര ആ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള മറ്റ് പല റിലീജിയസ് ടെക്സ്റ്റുകളും നമുക്ക് ഈ ആര്യന്മാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആര്യന്മാരുടെ കാലങ്ങൾ മുതൽക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ജൈന ആൻഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ. അപ്പൊ നമുക്കറിയാം ആര്യൻ അല്ലെങ്കിൽ വേദിക് പീരീഡ് കഴിഞ്ഞ് പ്രീ മൗര്യൻ പീരീഡുകളോട് കൂടിയിട്ട് നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയില് ജൈനമതവും ബുദ്ധമതവും വളർന്നു വന്നു. അപ്പോ ജൈനമതത്തിന്റെ സ്ഥാപകനാരാണ്? നമ്മൾ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് 24 തീർത്ഥങ്കരന്മാരുണ്ട് അല്ലെ. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. അദ്ദേഹമാണ് ജൈനമത സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ്? ശ്രീ ബുദ്ധനാണ് ബുദ്ധമതത്തിന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ജൈന അല്ലെങ്കിൽ ജൈനമതത്തിന്റെയും ബുദ്ധിസ്റ്റുകളുടെയും ബുദ്ധമതത്തിന്റെയും ലിറ്ററേച്ചറുകള്, അവരുടെ ടെക്സ്റ്റുകള് നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നവയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ദീപവംശവും മഹാവംശവും ഒക്കെ, ഈ രണ്ട് പ്രധാനപ്പെട്ട ജൈന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകള് നമുക്ക് ആ കാലഘട്ടത്തെ ജനജീവിതത്തെ കുറിച്ചിട്ട്, അവിടുത്തെ പോളിറ്റിയെ കുറിച്ചിട്ട്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട്, അവിടുത്തെ എക്കോണമിയെ കുറിച്ചിട്ട്, അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ട് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ജൈന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വേദങ്ങളും പുരാണങ്ങളും സ്മൃതികളൊക്കെ സംസ്കൃത ഭാഷയിൽ എലൈറ്റുകളുടെ ഭാഷയായിട്ട് പരിണമിക്കപ്പെട്ടപ്പോ ഈ ജൈന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകള് സാധാരണക്കാരുടെ ഭാഷയായിട്ടുള്ള പാലിയിലും പ്രാകൃത ഭാഷയിലും ഒക്കെയാണ് രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വളരെ പെട്ടെന്ന് ആഴ്ന്നിറങ്ങുന്നതിന് കാരണമായിട്ടുണ്ട്. നാലാമത്തെ കാറ്റഗറിയാണ് ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ്. ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവ ചരിത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ് കൂടുതലായിട്ടും വരുന്നത് രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസുകളാണ് വരുന്നത്. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായിരുന്നു ആ രാജാവിന്റെ പേര്, ആ രാജാവിന്റെ ഭരണവർഷം അല്ലെങ്കിൽ ഭരണ കാലയളവ് ഏതൊക്കെയായിരുന്നു, ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ രാജാവിന്റെ കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ റീജിയനിൽ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആ കിണ്ടത്തിന് കീഴിൽ സംഭവിച്ചിട്ടുണ്ടാവുക, ആ ഒരു സമൂഹം സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഈ എംപയറിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ്, കൾച്ചർ എങ്ങനെയായിരുന്നു, ഏത് റിലീജിയനെയാണ് ഈ എംപയർ അല്ലെങ്കിൽ ഈ രാജാവ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം അച്ചീവ്മെന്റ്സുകള് ഈ രാജാവിന് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം യുദ്ധങ്ങൾ ഈ രാജാവ് നടത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ട് നമുക്ക് ആ ഒരു രാജാവിന്റെ ഭരണ കാലയളവിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരണങ്ങൾ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ചില എക്സാമ്പിൾസുകൾ പറയാം. നമുക്കറിയാം പുരാതന കാലത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തി. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്ര ആ കാലഘട്ടത്തിലെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നമുക്ക് വിവരണങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബാണഭട്ടന്റെ ഹർഷചരിത, ബിൽഹണന്റെ വിക്രമാംഗദേവ ചരിത, വിശാഖദത്തന്റെ രുദ്രരാക്ഷസം, കാളിദാസന്റെ മാളവികാഗ്നിമിത്രം തുടങ്ങിയിട്ടുള്ളവയെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ് ആണ്. ഈ ക്രോണിക്കിൾസ് എല്ലാം തന്നെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജുകളിലാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അഞ്ചാമത് നമ്മൾ പറയുന്നത് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ്. സംഘം ലിറ്ററേച്ചർ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മളുടെ ദക്ഷിണേന്ത്യയുടെ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ അല്ലെങ്കിൽ പുരാതന കേരളത്തിന്റെ ചരിത്ര വിവരണങ്ങൾ ഉൾക്കൊള്ളുന്ന സാഹിത്യ ഗ്രന്ഥങ്ങളാണ് നമ്മൾ പൊതുവെ സംഘം ലിറ്ററേച്ചറുകൾ എന്ന് പറയുന്നത്. സംഘം പീരീഡിലാണ് സംഘം ലിറ്ററേച്ചർസ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും ഉള്ള സംഘം ലിറ്ററേച്ചറുകളാണ് എട്ടുത്തൊക, പതിറ്റുപത്ത്, 11 കീഴ്കണക്ക്, അതുപോലെ തന്നെ മണിമേഖല ആൻഡ് സിലപ്പതികാരം എന്നീ പറയുന്നവയാണ് പ്രധാനമായിട്ടുമുള്ള സംഘം
ലിറ്ററേച്ചറുകൾ നമ്മൾ കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ലിറ്റററി എവിഡൻസുകള് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ്, എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്? നമ്മൾക്ക് നമ്മുടെ ചരിത്ര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററിയെ കുറിച്ചിട്ട്, ഏൻഷ്യന്റ് കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ, ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റി എന്താണ്, അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയൊക്കെയായിരുന്നു, അതല്ലെങ്കിൽ അവിടുത്തെ കോയിൻസുകൾ ഏതൊക്കെയാണ്, അവിടെ എന്തെല്ലാം പ്രധാനമായിട്ട് കാര്യങ്ങൾ, സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഏതൊക്കെ രാജാക്കന്മാർ അവിടെ ഭരിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാം ഭരണ കാലവർഷം എങ്ങനെയായിരുന്നു, അവരുടെ റിലീജനുകൾ ഏതൊക്കെയായിരുന്നു, ആ ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ലിറ്ററേച്ചർ എവിഡൻസസുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത സോഴ്സസ് ആണ് കോയിൻസ്. അപ്പോ കോയിൻസുകളെ കുറിച്ചുള്ള പഠനത്തെ എന്താണ് നമ്മൾ പറയുന്നത്? കോയിൻസുകളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ന്യൂമിസ്മാറ്റിക്സ്? പുരാതന അല്ലെങ്കിൽ നമ്മൾ കോയിൻസുകളെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, ഏൻഷ്യന്റ് ഇന്ത്യയില് അല്ലെങ്കിൽ ഏൻഷ്യന്റ് വേൾഡിലായിക്കോട്ടെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പേപ്പർ കറൻസികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് ഈ മണി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? എന്തായിരുന്നു അവരുടെ മണി എന്നുള്ള കോൺസെപ്റ്റ്? അവര് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള മണി ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് കോയിൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ പേപ്പർ കറൻസി അല്ല, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കോയിൻസുകൾ ഉണ്ട്. നമുക്ക് ഇന്ന് 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപയുടെ ഒക്കെ കോയിൻസുകൾ ഉണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഓരോ റീജിയണിലും അല്ലെങ്കിൽ ഓരോ എംപയറിന്റെ കീഴിലും അവരുടേതായിട്ടുള്ള കോയിൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഏതൊക്കെ തരത്തിലുള്ള കോയിൻസുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റൽ കൊണ്ട് നിർമ്മിച്ച കോയിൻസുകളായിരിക്കാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ടും കോപ്പർ, സിൽവർ, ഗോൾഡ്, ലെഡ്, ഈ 4 മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യയിലെ കോയിൻസുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കോയിൻസുകൾക്ക് ഇപ്പൊ നമുക്കറിയാം, കോയിൻസ് നിർമ്മിക്കണം ഇന്നത്തെ രീതിയിലുള്ള ടെക്നോളജി ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല, അല്ലെ? അപ്പോ ആ കാലഘട്ടത്തിലെ ജനങ്ങള് കോയിൻ മോൾഡുകളാണ് അവിടുത്തെ രാജഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ കോയിൻ മോൾഡുകൾ ഉണ്ടായിരുന്നു. ഈ കോയിൻ മോൾഡുകള് ബേൺഡ് ക്ലേയിൽ നിർമ്മിച്ചവയാണ് ഈ കോയിൻ മോൾഡുകള്. അതിലാണ് ഈ കോയിൻസുകള് മെറ്റൽസ് ഉരുക്കി ഒഴിച്ചിട്ട് അവര് കോയിൻസുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ബേൺഡ് ക്ലേ മോൾഡുകള്, കോയിൻ മോൾഡുകള് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ബേൺഡ് ക്ലേ മോൾഡുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കുഷാന രാജവംശ കാലഘട്ടത്തിലേതാണ്. അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സെഞ്ചുറീസിന്റെ ആദ്യ 3 കാലഘട്ടങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഈ ബേൺഡ് ക്ലേ കോയിൻസുകളെ കുറിച്ചിട്ടുള്ള തെളിവുകള് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് മൗര്യ പീരീഡുകളിലൊക്കെ തന്നെ ഈ മോൾഡുകള്, ഇത്തരത്തിലുള്ള മോൾഡുകള് കോയിൻസിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ കറൻസി ഇല്ല. അപ്പോൾ ഈ കോയിൻസുകൾ ഉള്ളതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ കോയിൻസുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ആ കാലഘട്ടങ്ങളില് ഒരു ബാങ്കിങ് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളുടെ ഈ കാലഘട്ടത്തിലേത് പോലെയുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ആയിരുന്നില്ല അവിടത്തേത്. അവരുടെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് അവർ സ്വയം ശേഖരിച്ചു വെക്കുന്നവയായിരുന്നു. അതായത് അവർ നാളെയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ആളുകള് കോയിൻസുകൾ അല്ലെങ്കിൽ പണം ശേഖരിച്ചു വെക്കും. പണങ്ങൾ മാത്രമല്ല കേട്ടോ, അവരെ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും, ഇപ്പം സ്വർണമാകട്ടെ അല്ലെങ്കിൽ സിൽവർ ആകട്ടെ, അങ്ങനെ വിലപിടിപ്പുള്ള ആ കാലഘട്ടത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തന്നെ അവരെ കൊണ്ട് കഴിയുന്നത് ഇപ്പോ ഏതെങ്കിലും പോട്രീസിന്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സിന്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് അവര് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവര്
സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവരുടെ ആ സ്റ്റോറേജ് ആണ് നമ്മളുടെ കാലഘട്ടങ്ങളില് അല്ലെങ്കിൽ പിൽക്കാലഘട്ടങ്ങളില് ആളുകൾക്ക് എവിടുന്നെങ്കിലും നിധി എന്നുള്ള പേരില് കണ്ടെടുക്കപ്പെടുന്നത്. അത് നിധിയല്ല, യഥാർത്ഥത്തിൽ ഏൻഷ്യന്റ് കാലഘട്ടങ്ങളിലെ ജനങ്ങൾ അവരുടെ നാളെയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സ്വരൂപിച്ചു വെക്കുന്ന, അവർ സ്റ്റോർ ചെയ്തു വെക്കുന്ന ഒരു കൂട്ടം മണി അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യമാണ് നമ്മൾക്ക് നിധിയായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ റോമൻ ഗോൾഡ് നാണയങ്ങളും, റോമൻ ഗോൾഡ് നാണയങ്ങൾ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുടെ നാണയങ്ങളും അല്ലെങ്കിൽ പല വൈദേശിക നാണയങ്ങളും നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാകും മുസിരിസ് എന്ന് പറയുന്ന ഏൻഷ്യന്റ് പോർട്ട് സിറ്റിയെ കുറിച്ചിട്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുസിരിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമിഴ് കൃതികളിൽ മുച്ചിരി അല്ലെങ്കിൽ റോമൻ കൃതികളിൽ മുച്ചിരി എന്ന് പറയപ്പെടുന്ന മുസിരിസ് പട്ടണം, മുസിരിസ് തുറമുഖ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭാഗത്തായിട്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നും അതല്ലാതെ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും റോമൻ കാലഘട്ടങ്ങളിലെ ഗോൾഡ് കോയിൻസുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? പുരാതന ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യയുടെ പുറത്ത് മറ്റു വൈദേശിക രാജ്യങ്ങളുമായിട്ടും ആ കാലഘട്ടത്തിൽ വ്യാപാര ബന്ധങ്ങൾ, ഇറക്കുമതി കയറ്റുമതി വ്യാപാര ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട നാണയമാണ് പഞ്ച് മാർക്കഡ് കോയിൻസ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പഞ്ച് മാർക്കഡ് കോയിൻസുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ കോയിൻസുകളിലെല്ലാം തന്നെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നമ്മളെ ചരിത്ര വസ്തുതകളെ, ആ കാലഘട്ടത്തിലെ ചരിത്ര വസ്തുതകളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. എന്തൊക്കെ കാര്യങ്ങളാവാം ഈ കോയിൻസിന്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം? ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മളുടെ 1 രൂപ നാണയത്തൊട്ടില് എന്തെല്ലാം കാര്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ കാലഘട്ടങ്ങളിലെ കോയിൻസുകളിലും ഒരുപാട് കാര്യങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് രാജാവിന്റെ പേര്, ചിലപ്പോ ആ രാജാവിന് ഒരു ടൈറ്റിൽ ആ നാട്ടിൽ ഉണ്ടാകും, ആ ടൈറ്റിലായിരിക്കാം ഈ കോയിൻസിൽ കൊടുത്തിട്ടുണ്ടാവാം. രാജാവിന്റെ പോർട്രേറ്റ്സുകൾ ഉണ്ടാവാം, ഈവന്റ്സുകൾ എന്തെങ്കിലും ഉണ്ടാകാം, പ്ലേസസ് കൊടുത്തിട്ടുണ്ടാകും, ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും, ഏത് ഡൈനാസ്റ്റി ആണെന്ന് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സിന്റെ ബേസിലുള്ള നാണയങ്ങളായിരിക്കാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള നാണയങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഏതെല്ലാം പോയിന്റ്സുകളാണ്? രാജാവിന്റെ പേര്, ടൈറ്റില്, ഏത് ഡൈനാസ്റ്റിയാണ്, പ്ലേസ്, ഡേറ്റ്, രാജാവിന്റെ പോർട്രേറ്റ്, അച്ചീവ്മെന്റ്സുകള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കോയിൻസുകളിലൂടെ സാധ്യമാവുന്നുണ്ട്. നമ്മളുടെ ഈ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ഭാഗം അവസാനിക്കുകയാണ്.